ഇല്ല. നമ്മള് ചെയ്യുമ്പോഴാണ് വിഷയം. അവരെ നീ ഇന്ന് പോകരുത്, നിന്റെ ഭർത്താവ് മരിച്ചോ കേട്ടോ, നീ വീട്ടിനകത്ത് കുത്തിയിരുന്നോണേ എന്നാരും പറയത്തില്ല. അവരെ സമൂഹത്തിന് മുന്നോട്ടാക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ എനിക്കേ ഉള്ള പ്രശ്നം ആണ് സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്കെന്ന് പറയാം. ഒത്തിരി കഷ്ടപ്പെട്ടവരൊക്കെ സിനിമയിലേക്ക് ഒരു അവസരം ശരിക്കും ലഭിച്ചു. ഞാനൊരു പടം ചെയ്യുന്നുണ്ടായിരുന്നടാ, ഞാനത് പറഞ്ഞൊരു കരയൻ എന്ന് പറയുന്നൊരു മൂവി. അത് നമ്മള് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്ന് പറയും, കൊല്ലത്തുള്ള അവിടെയാണ് അതിന്റെ ടൈറ്റിൽ ഷൂട്ട്. കണ്ണിമാങ്ങ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ചെയ്യുന്നത്. അത് ഇനിയിപ്പം അതിന്റെ പ്രൊമോ സോങ് ഇറങ്ങാൻ പോവുകയാണ്. ഞാനത് ഇൻസ്റ്റയിലൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിനെ കുറച്ചായിട്ടാണ് നടക്കുന്നത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പുറത്താണ്, അവര് വരുമ്പോഴാണ് കുറച്ച് ചെയ്യണത്. സിനിമ ചെറിയൊരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഷൂട്ടിനും കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പറയുന്നുണ്ട് അവരവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന ആൾ. ശരിക്കും ചില വിമർശനങ്ങൾ നമുക്ക് ഇഷ്ടം കൊണ്ട് വരുന്നതായിരിക്കാം. ചിലപ്പോ സുധിച്ചേട്ടന്റെ വൈഫായിട്ട് ഇരിക്കുവോ ഇന്റിമസി സീൻ കാണാൻ വയ്യ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യം, എല്ലാ ആൾക്കാരും അഭിനയിക്കുന്നത് വർക്കാണ് അല്ലേ? അത് അതിന്റെ രീതി കാണാൻ നിങ്ങൾ പഠിക്കുക. അതിനെ കുറിച്ച് എന്താ ചേച്ചി പറയാനുള്ളത്? ഇപ്പം സൂര്യ പറഞ്ഞ തന്നെ ഉള്ളു എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ സ്നേഹിച്ച് പറയുന്നവരായിട്ട് എനിക്ക് കുറച്ചേ തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ രോഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഇവിടെ എങ്ങനെയും പറയണമെന്ന് പറയുന്നത്